ഹമാസ് തീവ്രവാദികളുടെ ചോരക്കളികളിൽ നിന്ന് ഒരിക്കലും പാലസ്തീന് മോചനം ലഭിക്കുകയില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാക്കിക്കൊണ്ട് ഗാസയെ സമാധാനപൂരിതമായ മനുഷ്യവാസത്തിനും ലോകോത്തര നിലവാരമുള്ള സുഖവാസത്തിനും പറ്റിയ ഇടമാക്കി മാറ്റുവാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പരിശ്രമത്തിന് ഘടകവിരുദ്ധമായി ഹമാസ് തീവ്രവാദികളെ മുഖ്യധാരയിൽ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള മറ്റൊരു ഗാസ പാക്കേജുമായി ഈജിപ്തും അറബ് രാഷ്ട്രങ്ങളും രംഗത്തിറങ്ങിയതോടെ ഗാസ നിവാസികൾക്ക് ഒരിക്കലും സമാധാനപൂരിതമായ ഒരു ജീവിതം ഉണ്ടാകില്ലെന്നും അമേരിക്കയെ ആശ്രയിച്ച് അതിജീവനം കണ്ടെത്തുന്ന ഈജിപ്ത് അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുടെ കാര്യം കട്ടപ്പുകയാകുമെന്നുമുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യമായി രൂപീകൃതമാകാത്ത പാലസ്തീനിലെ സാധാരണക്കാരുടെ അതിജീവന ക്ലേശങ്ങളുടെയും ജീവിത സ്വപ്നങ്ങളുടെയും മുകളിൽ എക്കാലത്തും ഒരു തടങ്ങൽപ്പാറയായി നിൽക്കുന്ന ഭീകരപ്രസ്ഥാനമാണ് ഹമാസ്. ഇവരെ പാലസ്തീൻ വിമോചന പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന എക്കോസിസ്റ്റം ചിലർ ലോകമെങ്ങും ഇറക്കിയിട്ടുണ്ടെങ്കിലും അസൽ ഭീകര സംഘടനയായ ഇവർ ഈജിപ്റ്റ് കേന്ദ്രീകൃത തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പാലസ്തീൻ പതിപ്പാണ് എന്നതാണ് യാഥാർത്ഥ്യം. വണ്ടേ നീ തുലയുന്നു, വിളക്കും നീ കെടുത്തുന്നു എന്ന് പാടിയതുപോലെയുള്ള അവസ്ഥകൾ ഗാസയിൽ സൃഷ്ടിച്ചുകൊണ്ട് നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാതെ വലയുന്ന പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന പണവും ഇതര ക്ഷേമ പാക്കേജുകളും കൊണ്ട് അവർക്കൊരു ചെറിയ ഗുണം പോലും വരുത്താതെ അതെല്ലാം കയ്യാളി തിന്നുകൊഴുത്ത് ബോംബും റോക്കറ്റും കുടിയിരിപ്പിനുള്ള തുരങ്കങ്ങളുമുണ്ടാക്കി വലിയ ദുരന്തങ്ങളിലേക്ക് അവരെ തള്ളിവിടുകയും സ്വയം ഇല്ലാതാവുകയുമാണ് ഹമാസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു അതോറിറ്റിയുമില്ലാത്ത പാലസ്തീൻ അതോറിറ്റിക്ക് ഇതെല്ലാം കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും ത്രാണിയുണ്ടായിരുന്നില്ല. ഇസ്രായേലുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നും ഗാസയിലെ സാധാരണക്കാരെ രക്ഷിക്കാനുള്ള സമുചിതമായ പാക്കേജായിരുന്നു ട്രംപ് അവതരിപ്പിച്ച ഗാസ റിവേറിയോ. ഭീമമായ പണച്ചിലവുള്ള ഈ പാക്കേജിലൂടെ ട്രംപ് ലക്ഷ്യം വെച്ചത് ഹമാസ് രഹിത ഗാസ എന്ന പാലസ്തീനികളുടെ ചിരകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. എന്നാൽ ബോംബുകളുടെയും തോക്കുകളുടെയും ആർത്തനാദങ്ങളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദമില്ലാതെ സ്വസ്ഥമായി അത്താഴം കഴിച്ചുറങ്ങാൻ പാലസ്തീന് യോഗമുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്ന് ട്രംപിൻ്റെ ഗാസ പദ്ധതിക്ക് ബദൽ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഗാസയുടെ അമേരിക്കൻ അധീനതയെ ഏതുവിധത്തിലും ഇല്ലാതാക്കാനുള്ള പരസ്യ ഗൂഢാലോചനയ്ക്കായി കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയ്റോയിൽ ഈ ആഴ്ച ഈജിപ്ത് സംഘടിപ്പിച്ച അടിയന്തര അറബ് ഉച്ചകോടിയിൽ പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഗാസ ഉദ്ധാരണത്തിൻ്റെ ബദൽ പാക്കേജ് അവർ പുറത്തെടുത്തത്. $53 ബില്യൺ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ തന്നെ അബ്ബാസ് പരവേശനായി പോവുകയും പാലസ്തീന് അത് അസാധ്യമാണെന്ന മട്ടിൽ പ്രതികരിക്കുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ എന്ത് വില കൊടുത്തും ഗാസ ഭരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കണമെന്നുള്ള പ്രത്യേക താൽപ്പര്യം തന്നെയാണ് അമേരിക്കയുടെ സഹായം കൊണ്ട് അതിജീവനം സുഗമമാക്കി മുമ്പോട്ടു പോകുന്ന ഈജിപ്തിൻ്റെ അജണ്ടയെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും ഈ ഈജിപ്ത്യൻ പാക്കേജിന് അറബ് രാജ്യങ്ങൾ ആശീർവാദം നൽകിയിരിക്കുകയാണ്. ഈജിപ്തിൻ്റെ 112 പേജുള്ള പ്രൊജക്റ്റിൽ നിർദ്ദിഷ്ട പുനർവികസന മേഖലകളുടെ വിശദമായ ഭൂപടങ്ങൾ, പുതിയ റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങൾ, പൊതു ഇടങ്ങൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ കാണിക്കുന്ന ഡസൻ കണക്കിന് AI ജനറേറ്റർ റെൻഡറിങ്ങുകൾക്കൊപ്പം ഒരു വാണിജ്യ തുറമുഖം, ബീച്ച് ഫ്രണ്ട് ഹോട്ടലുകൾ, ഒരു വിമാനത്താവളം എന്നിവയെല്ലാം ഉണ്ട്. പക്ഷേ ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഉത്തരം ലഭിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ ആര് എൻക്ലേവ് നടത്തുമെന്നും പുനർനിർമ്മാണത്തിന് ആവശ്യമായ 5000 കോടിക്കടുത്ത് വരുന്ന തുക ഉച്ചകോടിയിൽ വന്ന് ഉച്ചത്തിൽ വായാടിയ ഏതൊക്കെ രാജ്യങ്ങൾ ഇറക്കും എന്നതും അറബ് ആവേശ കമ്മിറ്റിക്കാരെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ ഉച്ചകോടിക്കനുസരിച്ച് അവിടെ ഒരു കല്ല് വെക്കണമെങ്കിൽ പോലും ട്രംപ് ഓക്കെ പറയുക തന്നെ വേണം. എന്നാൽ ഈ ഈജിപ്ഷ്യൻ പദ്ധതിയെ ഇസ്രായേലും അമേരിക്കയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഇസ്രായേൽ കാലഹരണപ്പെട്ട കാഴ്ചപ്പാടുകളിൽ വേരൂന്നിയ പദ്ധതിയെന്ന് വിളിക്കുകയും ഒപ്പം ഇവർ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെയും തീവ്രവാദ ഗ്രൂപ്പിനെയും അപലപിച്ചില്ലെന്ന് പരാതിപ്പെടുകയും ചെയ്തു.
ഹമാസിൻ്റെ ഭരണ സൈനിക ശേഷികളെ നശിപ്പിക്കുക എന്നതാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്നും യുദ്ധാനന്തര ഗാസയിൽ പാലസ്തീൻ അതോറിറ്റിക്ക് യാതൊരു പങ്കും ഇല്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അമേരിക്കൻ വൈറ്റ് ഹൗസുകളെ ഈജിപ്ഷ്യൻ നിർദ്ദേശം പ്രായോഗികമല്ല എന്നുറപ്പിച്ചുകൊണ്ട് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് അതിനെ തള്ളിക്കളഞ്ഞ് രംഗത്തു വരികയും ചെയ്തു. ഗാസ നിലവിൽ വാസയോഗ്യമല്ലെന്ന യാഥാർത്ഥ്യത്തെ ഈജിപ്തിന് മനസ്സിലായില്ലെന്നും ഹമാസ് വിമുക്ത ഗാസ പുനർനിർമ്മിക്കാനുള്ള കാഴ്ചപ്പാടിൽ പ്രസിഡന്റ് ട്രംപ് ഉറച്ചു നിൽക്കുന്നു എന്നും ഹൂസ് വ്യക്തമാക്കി. ഏതായാലും ഈജിപ്തിൻ്റെ പുതിയ ഗാസ പ്രൊജക്റ്റിനെക്കുറിച്ച് അമേരിക്കയുടെ ശക്തമായ തീരുമാനം പുറകെ വരും. അതിനായി ലോകം കാത്തിരിക്കുകയാണിപ്പോൾ.